ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നെക്സ്റ്റ് പാർട്ട് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്വിച്ചസിൻ്റെയൊക്കെ കുറച്ച് MCQs നോക്കുകയായിരുന്നു അല്ലേ. ബാക്കി കുറച്ച് MCQs കൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഓക്കെ, so first question is, what is the sensing range of magnetic proximity sensors? അപ്പോൾ മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സെൻസേഴ്സിൻ്റെ സെൻസിങ് റേഞ്ച് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ ഇറ്റ് ഈസ് 120 millimeter. അപ്പം മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സെൻസേഴ്സിൻ്റെ സെൻസിങ് റേഞ്ച് എത്രയാണ്? 120 millimeter. ദെൻ അനദർ പോയിന്റ് നമ്മൾ നോക്കിയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഹാവ് നോ ഇലക്ട്രിക്കൽ noise effect and it can work on AC, DC or AC or DC. So these types of sensors have highest sensing range up to 120 millimeter. അപ്പോൾ ഈ മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സെൻസേഴ്സിൻ്റെ അതിനകത്ത് ഇലക്ട്രിക്കൽ എഫക്റ്റോ ഇലക്ട്രിക്കൽ നോയ്സ് ഒക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് 120 mm വരെ നമുക്ക് അതിൻ്റെ സെൻസിങ് റേഞ്ച് ഉപയോഗിക്കാം. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സെൻസിങ് റേഞ്ച് ഓഫ് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ്? കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സിൻ്റെ സെൻസിങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 25 millimeter ആണ്. സോ ദി കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സിൻ്റെ സെൻസിങ് റേഞ്ച് എത്രയാണ്? 25 millimeter. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മെറ്റൽ ആൻഡ് നോൺ മെറ്റാലിക് ഡിറ്റക്ഷൻ ആണ്. ഫോർ ലിക്വിഡ്സ്, പൗഡേഴ്സ്, ഡിറ്റക്ട് റെസിൻസ് ഒക്കെ അല്ലേ. അപ്പോൾ ലിക്വിഡ് ലെവൽ ഡിറ്റക്ട് ചെയ്യാനൊക്കെ നമ്മൾ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. So this sensor working can vary accordingly, covering material, cable longness, noise sensitivity. അപ്പോൾ അതനുസരിച്ചൊക്കെ അതെന്ത് ചെയ്യും? അതിൻ്റെ വർക്കിംഗ് വേരി ചെയ്യും. അതിൻ്റെ മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞാൽ 25 millimeter. അവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് അതാണ്. കപ്പാസിറ്റീവിൻ്റെ ആണെങ്കിൽ 25, മാഗ്നറ്റിക് ആണെങ്കിൽ 120 mm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് പ്രോക്സിമിറ്റി സെൻസർ ഹാവ് എ ടെമ്പറേച്ചർ സെൻസർ ഇൻ ഇറ്റ്? അതിനകത്തൊരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ടോ? എന്താണ്? പ്രോക്സിമിറ്റി സെൻസറിനകത്ത് ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട് അല്ലേ. സോ എ ബിൽറ്റ് ഇൻ ടെമ്പറേച്ചർ സെൻസർ ഈസ് യൂസ്ഡ് ബൈ ദി സിഗ്നൽ പ്രോസസ്സിംഗ് സർക്യൂട്ടറി ടു പ്രൊവൈഡ് സ്റ്റേബിൾ ഔട്ട്പുട്ട്സ് അക്രോസ് ദ ടെമ്പറേച്ചർ റേഞ്ച് -40 to +85 degree Celsius. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഒരു സ്റ്റേബിൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്തുണ്ട്? ഒരു ടെമ്പറേച്ചർ സെൻസറും കൂടി ഉണ്ട്. Next question, which component ensures the safety of the line from damage? അപ്പോൾ ഏതെങ്കിലും ഒരു സർക്യൂട്ടറി അല്ലെങ്കിൽ ഒരു ലൈൻ ഡാമേജിൽ നിന്ന് എൻഷുർ ചെയ്യുന്ന കമ്പോണൻ്റ് ഏതാണ്? റിലേ. ഇപ്പോൾ റിലേ ആ സർക്യൂട്ട് ബ്രേക്കറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. റിലേയുടെ ഫംഗ്ഷൻ കൊണ്ടിട്ട് സർക്യൂട്ട് ബ്രേക്കർ ഓൺ ഓഫ് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ വിച്ച് കമ്പോണൻറ്റ് എൻഷുവേഴ്സ് ദ സേഫ്റ്റി ഓഫ് ദി ലൈൻ ഫ്രം ഡാമേജ്? റിലേ ആണ് ആൻസർ. വാട്ട് ഈസ് ദി ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി ഫോർ ദി റിലേസ്? റിലേസിനുള്ള ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? എല്ലാം ഉണ്ട്. മാഗ്നിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ് ആംഗിൾ, ഇതെല്ലാം റിലേസിൻ്റെ ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റിയാണ്. മാഗ്നിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വാട്ട് ഫാക്ടർ ഡസ് ദി ഓപ്പറേറ്റിംഗ് സ്പീഡ് ഓഫ് ദി റിലേ ഡിപ്പെൻഡ് അപ്പോൺ? അപ്പം റിലേയുടെ ആ ഓപ്പറേറ്റിംഗ് സ്പീഡ്, ആ സ്വിച്ചിങ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, റേറ്റ് ഓഫ് ഫ്ലക്സ് ബിൽറ്റപ്പ്, ആർമച്ചർ കോർ എയർ ഗ്യാപ്പ്, സ്പ്രിംഗ് ടെൻഷൻ ആൻഡ് ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഇത്രയാണ്. എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്പ്രിംഗ് ആക്ഷൻ ഉണ്ട് അല്ലേ ആ മൂവ്മെൻറ്റിന്. പിന്നെ അവിടെ ഒരു ആർമച്ചർ കോർ എയർ ഗ്യാപ്പ് ഉണ്ട്. ദെൻ റേറ്റ് ഓഫ് ഫ്ലക്സ് ബിൽറ്റപ്പ്, എത്രത്തോളം ആ ഫ്ലക്സ് ജനറേറ്റ് ആയി അതിൻ്റെയും റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ ഓപ്പറേറ്റിംഗ് സ്പീഡ്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് സ്വിച്ച് ഹാസ് മെക്കാനിക്കൽ ആക്ച്വേഷൻ, മാനുവൽ ആക്ച്വേഷൻ, ഇലക്ട്രിക്കൽ ആക്ച്വേഷൻ, നൺ ഓഫ് ദി എബവ്. അപ്പം ലിമിറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസ് ആണ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്വിച്ച് ആണ്. അതിനകത്ത് ആക്ച്വേഷൻ കൊടുക്കുന്നത് നമ്മളൊരു മെക്കാനിക്കൽ ഡിവൈസ് വഴിയും അത് വെച്ചിട്ട് ഇതിനകത്തുള്ള ഇലക്ട്രിക്കൽ സ്വിച്ചിങ് ആക്ഷൻ നടക്കുകയും ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വേറ്റഡ് ഇൻ മെക്കാനിക്കൽ മാനർ. സോ ലിമിറ്റ് സ്വിച്ച് ഹാസ് മെക്കാനിക്കൽ ആക്ച്വേഷൻ ആണ്. അതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊട്ടക്റ്റീവ് റിലേസ് ക്യാൻ ബി ഡിസൈൻ ടു റെസ്പോണ്ട് ടു
പ്രൊട്ടക്റ്റീവ് റിലേസ് ക്യാൻ ബി ഡിസൈൻ ടു റെസ്പോണ്ട് ടു ഓൾ ഓഫ് ദിസ്. എന്തൊക്കെയാണ്? ലൈറ്റ് ഇൻറ്റൻസിറ്റി, ഇംപിഡൻസ്, ടെമ്പറേച്ചർ, റെസിസ്റ്റൻസ്, റിയാക്റ്റൻസ്, വോൾട്ടേജ് ആൻഡ് കറണ്ട്. പ്രൊട്ടക്റ്റീവ് റിലേസ് ഇതെല്ലാത്തിനും എന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്യണം. എന്തിനൊക്കെയാണ്? ലൈറ്റ് ഇൻറ്റൻസിറ്റി, ഇംപിഡൻസ് വേരിയേഷൻ, ടെമ്പറേച്ചർ, റെസിസ്റ്റൻസ്, റിയാക്റ്റൻസ്, വോൾട്ടേജ് ആൻഡ് കറണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി അല്ലേ, ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SPDT സ്വിച്ച് യൂസ്ഡ് ആസ്. SPDT സ്വിച്ച് നമ്മൾ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ സിംഗിൾ പോൾ ഡബിൾ ത്രോ അല്ലേ, സ്റ്റെയർ കേസ് സ്വിച്ചാണ്, ബെഡ് സ്വിച്ചും ആണ്. ഇപ്പോൾ സിംഗിൾ പോൾ ഡബിൾ ത്രോ, അപ്പം നമുക്ക് 2 ആക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു സ്വിച്ച് വെച്ചിട്ട്. അതാണ് സ്റ്റെയർ കേസ് സ്വിച്ച് അല്ലെങ്കിൽ ബെഡ് സ്വിച്ച് എന്ന് പറയുന്നത്. Then DPDT means double pole double throw has എത്ര NO ടെർമിനൽ ഉണ്ട്? ഡബിൾ പോൾ ഡബിൾ ത്രോയ്ക്ക് നമ്മൾ മൊത്തം 6 ടെർമിനൽസ് ആണ് പഠിച്ചത് അല്ലേ. അപ്പോൾ അതിനകത്ത് 2 NO ടെർമിനൽ ഉണ്ട്. അപ്പോൾ അതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ, 2 NO ടെർമിനൽ. നോർമലി ഓപ്പൺ ടെർമിനൽ ആയിട്ടുള്ള 2 എണ്ണം ഉണ്ട്. ദെൻ റിലേക്ക് എന്ത് ആക്ച്വേഷൻ ആണ്? ഇലക്ട്രിക്കൽ ആക്ച്വേഷൻ. അവിടെ ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഫോളോയിങ് ഓപ്ഷനിൽ ആക്ച്വേഷൻ ബൈ ഇലക്ട്രിക്കൽ മെത്തേഡ്. സോ റിലേ ഹാസ് ഇലക്ട്രിക്കൽ ആക്ച്വേഷൻ. നമ്മളൊരു ഇലക്ട്രിക് എനർജി കൊടുക്കുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റായിട്ട് കൺവേർട്ട് ആവുന്നത്. സോ ഇലക്ട്രിക്കൽ ആക്ച്വേഷൻ. അപ്പോൾ ഇത്രയാണ് ഈ പോർഷൻ. നമ്മൾ ഇതുവരെ നോക്കിയ പോർഷൻസിനെ എല്ലാം MCQs കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സിലബസിലെ നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം. 8-bit മൈക്രോ കൺട്രോളർ, സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് ആപ്ലിക്കേഷൻ. അതാണ് നമ്മുടെ സിലബസിൽ പറയുന്ന നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. സോ നെക്സ്റ്റ് ഈസ് മൈക്രോ കൺട്രോളർ. നമ്മുടെ സിലബസിൽ പറയുന്നത് ഒരു 8-bit മൈക്രോ കൺട്രോളറിൻ്റെ സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാമും അതിൻ്റെ ആപ്ലിക്കേഷനുമാണ്. നമുക്ക് മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്ന സെക്ഷനിൽ 805 എന്നുള്ള മൈക്രോ കൺട്രോളർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് മൈക്രോ കൺട്രോളറിൻ്റെ ജസ്റ്റ് ഒരു ഐഡിയ ആണ്. നമ്മുടെ ഇലക്ട്രോണിക്സ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ പഠിക്കണം. So, a microcontroller is a small and low-cost microcomputer which is designed to perform the specific task of embedded systems like displaying microwaves information, receiving remote signals, etc. അപ്പോൾ എന്താണ് ഒരു മൈക്രോ കൺട്രോളർ? സിമ്പിളായിട്ട് പറഞ്ഞാൽ മൈക്രോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ലോ കോസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ, ഒരു ചെറിയ കമ്പ്യൂട്ടർ നമുക്ക് വിളിക്കുന്ന പേരാണെന്ത്? ഈ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ. ആ മൈക്രോ കൺട്രോളറിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രധാനമായിട്ടും അതിനൊരു പ്രോസസ്സറുണ്ട്, പിന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മറി, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഉണ്ട്, ദെൻ എന്താണ് കുറേ പെരിഫറൽസ് എക്സെട്ര. പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമേഴ്സ്, കൗണ്ടേഴ്സ്, ഇങ്ങനെ എല്ലാം ഒരു സിംഗിൾ ചിപ്പിൽ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മൈക്രോ കൺട്രോളർ എന്ന് വിളിക്കാം. അപ്പോൾ സോ മൈക്രോ കൺട്രോളർ ഈസ് എ സ്പെഷ്യലി ഡിസൈൻഡ് ചിപ്പ് ഫോർ എ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? പ്രോസസ്സർ ഉണ്ട്, മെമ്മറി ഉണ്ട്, ദെൻ പോർട്സ് ഉണ്ട്, പെരിഫറൽസ് ഉണ്ട്, എല്ലാം ഒറ്റ ചിപ്പിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ത്? മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് മൈക്രോ കൺട്രോളറും നമുക്ക് മൈക്രോ പ്രോസസ്സറും തമ്മിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ മൈക്രോ കൺട്രോളർ ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. സോ മൈക്രോ കൺട്രോളേഴ്സ് ആർ യൂസ്ഡ് ടു എക്സിക്യൂട്ട് എ സിംഗിൾ ടാസ്ക് വിത്തിൻ ആൻ ആപ്ലിക്കേഷൻ. നമ്മൊരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനാണ് എപ്പോഴും മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുന്നത്. ഈ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ്. സോ മൈക്രോ കൺട്രോളർ ഇറ്റ്സ് ഡിസൈനിങ് ആൻഡ് ഹാർഡ്വെയർ കോസ്റ്റ് ഇസ് ലോ. അതിൻ്റെ ഡിസൈനിങ് അല്ലെങ്കിൽ ഹാർഡ്വെയർ കോസ്റ്റ് ഒക്കെ എന്താണ്? വളരെ കുറവാണ്. നേരെ മറിച്ച് മൈക്രോ പ്രോസസ്സർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനിങ്ങും ഹാർഡ്വെയർ കോസ്റ്റും ഹൈ ആണ്. ദെൻ മൈക്രോ കൺട്രോളർ ചെറുതാണ്, അതുകൊണ്ട് തന്നെ നമുക്കതിനെ എളുപ്പം എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. ബട്ട് മൈക്രോ പ്രോസസ്സർ ഈസ് നോട്ട് സോ ഈസി ടു റീപ്ലേസ്. Then microcontroller, it is built with CMOS technology which requires less power to operate. അപ്പോൾ നമ്മൾ കൂടുതലും CMOS ടെക്നോളജി വെച്ചിട്ടാണ് ഈ മൈക്രോ കൺട്രോളർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പവർ ലോസ് വളരെ കുറവായിരിക്കും. മൈക്രോ പ്രോസസ്സർ കുറച്ചുകൂടി ബൾക്കിയാണ്, അതുകൊണ്ട് അതിനകത്ത് എന്താണ്?
കൺസംഷൻ പവർ കൺസംഷൻ ഹൈ ആണ് ബിക്കോസ് ഇറ്റ് ഹാസ് ടു കൺട്രോൾ ദി എൻറ്റയർ സിസ്റ്റം. ദെൻ മൈക്രോ കൺട്രോളർ കൺസിസ്റ്റ് ഓഫ് CPU, RAM, ROM, IO പോർട്സ്. അതാണ് അതിൻ്റെ പ്രധാന വ്യത്യാസം. മൈക്രോ കൺട്രോളിനകത്ത് ഇതെല്ലാം ഇൻബിൽറ്റ് ആയിട്ടുണ്ട്, CPU, RAM, ROM, IO പോർട്സ് എല്ലാം. ബട്ട് ഇൻ എ മൈക്രോ പ്രോസസ്സർ ഇറ്റ് ഡസൻ ഹാവ് RAM, ROM, IO പോർട്സ്. ഇത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് റാം അല്ലെങ്കിൽ മെമ്മറി IO പോർട്സ് ഒക്കെ ഇൻ്റർഫേസ് ചെയ്യിക്കാനായിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കണം. സോ ഇറ്റ് യൂസസ് ഇറ്റ്സ് പിൻസ് ടു ഇൻ്റർഫേസ് ടു പെരിഫറൽ ഡിവൈസസ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലായിട്ട് മെമ്മറി ആഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ അതെന്താണ്, കുറച്ച് ബൾക്കിയാണ്, അതിന് പവർ കൺസംഷൻ കൂടുതലാണ്. ഹയർ ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൈക്രോ കൺട്രോളർ ആണെന്നുണ്ടെങ്കിലോ നേരെ മറിച്ച് ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട് ഒരു ലോ കോസ്റ്റ് രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിവൈസ് ആണെന്ത്, മൈക്രോ കൺട്രോളർ. അപ്പോൾ നമ്മുടെ സിലബസിലേക്ക് പോകുമ്പോഴത്തേക്കും ആ മൈക്രോ കൺട്രോളറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളർ. സോ മൈക്രോ കൺട്രോളേഴ്സ് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, ബേസ്ഡ് ഓൺ മെമ്മറി, ദെൻ ആർക്കിടെക്ചർ, ബിറ്റ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ്. അപ്പം നമുക്ക് ആ ബിറ്റ്സ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ദെയർ മേ ബി 8-bit മൈക്രോ കൺട്രോളർ, 16-bit മൈക്രോ കൺട്രോളർ, 32-bit മൈക്രോ കൺട്രോളർ. അപ്പോൾ അതിനകത്ത് നമ്മൾ മൈക്രോ പ്രോസസ്സർ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മൾ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് മൈക്രോ ബിറ്റ് എന്ന് പറയുന്നത് 8-bit, 16-bit, 32-bit എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പ്രോസസ്സർ അല്ലെങ്കിൽ ആ കൺട്രോളറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ സൈസ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ 8-bit, 16-bit, 32-bit. അപ്പോൾ 8-bit എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പ്രോസസ്സറിന് അല്ലെങ്കിൽ ആ മൈക്രോ കൺട്രോളറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ സൈസ്, മാക്സിമം സൈസ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം 8-bit ആണ്. സോ based on bit configuration, the microcontroller is further divided into 3 categories: 8-bit microcontroller, 16-bit microcontroller, 32-bit microcontroller. അപ്പോൾ ഈ ബിറ്റിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്കത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം, ഹൈ ലെവൽ, അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും. സോ ഫസ്റ്റ് വൺ ഇസ് 8-bit microcontroller. This type of microcontroller is used to execute arithmetic and logical operations like addition, subtraction, multiplication, division, etc. For example, 8031 and 8051 are 8-bit microcontroller. അപ്പോൾ 8-bit microcontrollerന് രണ്ട് എക്സാമ്പിൾ ഓർത്തിരിക്കുക, 8031 and 8051. അത് നമ്മൾ ചെറിയ ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതുപോലെ പിന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ് അങ്ങനെയൊക്കെ പെർഫോം ചെയ്യാനായിട്ടുള്ള സ്മോൾ ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ കൂടുതലായും 8-bit മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് 16-bit മൈക്രോ കൺട്രോളർ. ദിസ് ടൈപ്പ് ഓഫ് മൈക്രോ കൺട്രോളർ ഇസ് യൂസ് ടു പെർഫോം ആരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് വെയർ ഹയർ ആക്യുറസി ആൻഡ് പെർഫോമൻസ് ഇസ് റിക്വയർഡ്. ഇത്രയും കൂടെ ആക്യുറസി കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വി ക്യാൻ ഗോ ഫോർ 16-bit മൈക്രോ കൺട്രോളർ ഇല്ലേ. അവിടെ എന്താണ് അരിത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിനൊക്കെ ഹയർ ആക്യുറസി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 16-bit പോകും. അതിൻ്റെ എക്സാമ്പിളാണ് ഇൻറ്റൽ 8096. നെക്സ്റ്റ് ഇസ് 32-bit മൈക്രോ കൺട്രോളർ. 32-bit മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് മൈക്രോ കൺട്രോളർ ഈസ് യൂസ്ഡ് ഇൻ automatically controlled appliances like automatic operational machines, medical appliances, etc. അപ്പോൾ കുറച്ചും കൂടെ എന്താണ്, ഇത്തിരി വലിയ ലെവലിലുള്ളതാണ് എന്ത് 32-bit മൈക്രോ കൺട്രോളർ. അപ്പോൾ 8-bit മൈക്രോ കൺട്രോളറിൻ്റെ എക്സാമ്പിൾ എന്താണ്, 8031 8051. ദെൻ മെമ്മറി. Based on the memory configuration, the microcontroller is further divided into 2 categories. അത് പറയാൻ കാരണം നമ്മുടെ 8051 എന്നുള്ള മൈക്രോ കൺട്രോളർ ഏത് കാറ്റഗറി വരുമെന്നൊന്ന് ഓർത്തിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ആ മെമ്മറി കോൺഫിഗറേഷൻ അനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം എൻറ്റയർ മൈക്രോ കൺട്രോളറിനെ. ഫസ്റ്റ് വൺ ഇസ് എക്സ്റ്റേണൽ മെമ്മറി മൈക്രോ കൺട്രോളർ ആൻഡ് സെക്കൻഡ് ഇസ് എംബഡഡ് മെമ്മറി മൈക്രോ കൺട്രോളർ. അപ്പോൾ എക്സ്റ്റേണൽ മെമ്മറി മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഡു നോട്ട് ഹാവ് എ പ്രോഗ്രാം മെമ്മറി ഓൺ ദ ചിപ്പ്. അതിനകത്ത് ചിപ്പിൽ പ്രോഗ്രാം മെമ്മറി ഉണ്ടാവില്ല. അങ്ങനെയുള്ള മൈക്രോ കൺട്രോളർ ആണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ മെമ്മറി മൈക്രോ കൺട്രോളർ. അതിന് എക്സാമ്പിളാണ് ഇൻറ്റലിൻ്റെ 8031 മൈക്രോ കൺട്രോളർ. നെക്സ്റ്റ് അപ്പോൾ എന്താണ് അവിടുത്തെ പോയിന്റ്, ഡു നോട്ട് ഹാവ് എ പ്രോഗ്രാം മെമ്മറി ഓൺ ദി ചിപ്പ്. ചിപ്പിനകത്ത് പ്രോഗ്രാം മെമ്മറി ഇല്ലാത്തതാണ് എന്ത് എക്സ്റ്റേണൽ മെമ്മറി മൈക്രോ കൺട്രോളർ.
നെക്സ്റ്റ് ഈസ് എംബഡഡ് മെമ്മറി മൈക്രോ കൺട്രോളർ. എംബഡഡ് മെമ്മറി മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മൈക്രോ കൺട്രോളർ ഹാസ് ഓൾ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ മെമ്മറി കൗണ്ടേഴ്സ്, ഇൻറപ്റ്റ്സ്, ടൈമേഴ്സ്, IO പോർട്സ് എക്സെട്ര ആർ എംബഡഡ് ഓൺ ദ ചിപ്പ്. എല്ലാം ഇൻക്ലൂഡിങ് മെമ്മറി എല്ലാം എവിടെ തന്നെയാണ്? ഓൺ ദ ചിപ്പിൽ എംബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം? എംബഡഡ് മെമ്മറി മൈക്രോ കൺട്രോളർ. പ്രധാനമായിട്ടും മെമ്മറി ക്ലാസിഫിക്കേഷനാണ്. സോ മെമ്മറി ഓൺ ചിപ്പിൽ എംബഡഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? എംബഡഡ് മെമ്മറി മൈക്രോ കൺട്രോളർ. അതിൻ്റെ എക്സാമ്പിളാണ് ഇൻറ്റലിൻ്റെ 8051 മൈക്രോ കൺട്രോളർ. സോ both are 8-bit microcontrollers, that is 8031 and 8051. 8031 comes under external memory microcontroller and 8051 is embedded memory microcontroller. So these are some applications of microcontrollers. Microcontrollers are widely used in various different devices such as licensing and controlling devices like LED, then temperature sensing and controlling devices like microwave oven, chimneys, fire detection and safety alarm like fire alarm, measuring devices like voltmeter. ഒരുപാട് എടുക്കുക നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ്? മൈക്രോവേവ് ഓവൻ, ദെൻ കാൽക്കുലേറ്റേഴ്സ്, വീഡിയോ ഗെയിംസ്, ദെൻ വാഷിംഗ് മെഷീൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്താണ് ഈ മൈക്രോ കൺട്രോളേഴ്സ് ഉപയോഗിക്കുന്നത്. ട്രാഫിക് കൺട്രോൾ, സിഗ്നൽസ്, അവിടെ LEDസിൻ്റെ ലൈറ്റിൻ്റെ വേരിയേഷനൊക്കെ നമുക്ക് മൈക്രോ കൺട്രോളറിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടാണ് മാറ്റാറ്. അങ്ങനെ ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസും എന്താണ് മൈക്രോ കൺട്രോളറിൻ്റെത് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ഈസ് 8051 മൈക്രോ കൺട്രോളർ. അപ്പോൾ അതാണ് അതിനൊരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രം ഒന്ന് ഇതിനകത്തൊന്ന് നോക്കി വെക്കുക. അപ്പോൾ 8051ൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ ഫീച്ചേഴ്സ് ബൈ ഹാർട്ട് ആയിരിക്കണം. അതിൽ നിന്നായിരിക്കും അവിടെ ഒന്ന് ചോദിക്കാനുള്ള എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് പാർട്ടിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ 8051 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫസ്റ്റ് അറിയാം, അതൊരു 8-bit മൈക്രോ കൺട്രോളറാണ്. അതൊരു എംബഡഡ് മെമ്മറി മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ ആ 2 പോയിൻ്റ് ഓർക്കാമല്ലോ. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ഇറ്റ് ഈസ് ബിൽറ്റ് വിത്ത് 40 പിൻസ് ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജ്. അപ്പം 40 പിൻസ് ആണുള്ളത് അല്ലേ? അപ്പോൾ 2 ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജ് ആയിട്ട് 20 പിൻസ് ഓൺ ലെഫ്റ്റ് സൈഡ് ആൻഡ് 20 പിൻസ് ഓൺ റൈറ്റ് സൈഡ് ആയിട്ട് ഒരു ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു IC ആണെന്ത് ഈ 8051. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ റോം സൈസാണ്. എൻ്റെ റോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള റോം സൈസ് എന്ന് പറഞ്ഞാൽ 4 KB ആണ്. സോ 4 KB റോം സ്റ്റോറേജ്. അതിൻ്റെ റാം സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 128 bytes ആണ്. സോ ഇറ്റ്സ് റോം സ്റ്റോറേജ് ഇസ് 4 KB ആൻഡ് റാം ഇസ് 128 bytes. നെക്സ്റ്റ് ഇസ് ഇറ്റ് ഹാസ് 2 16-bit ടൈമേഴ്സ്. ഇതിന് 2 16-bit ടൈമേഴ്സ് ആണുള്ളത്. ദെൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 parallel 8-bit ports which are programmable as well as addressable as per the requirement. അപ്പോൾ ഇതിനകത്ത് എന്താണ് 4 പാരലൽ പോർട്സ് ഉണ്ട്. അതായത് P0, P1, P2, P3 എന്ന് പറയും. 4 പോർട്സ്. 4 എന്താണ് 8-bit പോർട്സ് ആണ്. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന ഫീച്ചർ. അത് 4 നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ ഇസ് an on-chip crystal oscillator is integrated in the microcontroller having crystal frequency of 12 MHz. അപ്പോൾ അതിനകത്ത് എന്താണ് ഒരു ക്ലോക്ക് ഉണ്ടല്ലേ? ആ ക്ലോക്കിൻ്റെ ആ ഓൺ ചിപ്പ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ്? 12 MHz ആണ്. അപ്പോൾ അത്രയും ഓർത്തിരിക്കുക. അതിൻ്റെ പ്രധാന ഫീച്ചേഴ്സാണ് 8051ൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഈസ് എ 8-bit മൈക്രോ കൺട്രോളർ അല്ലേ? ഒരു 8-bit മൈക്രോ കൺട്രോളർ ആണ്. പിന്നെന്താണ്? അതൊരു 40 പിൻ IC ആണ്. ദെൻ അതിൻ്റെ റോം സൈസ് എന്ന് പറഞ്ഞാൽ 4 KB ആണ്. റാം സൈസ് എന്ന് പറഞ്ഞാൽ 128 ആണ്. ദെൻ അതിനകത്ത് 2 16-bit ടൈമേഴ്സ് ഉണ്ട്. ദെൻ അതിനകത്ത് 4 8-bit പോർട്ടുകളുണ്ട്. P0, P1, P2, P3. ദെൻ അതിനകത്തുള്ള ക്ലോക്ക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 12 MHz ആണ്.
ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഒരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. So this is a simple block diagram of a 8051 microcontroller. അപ്പോൾ അതിൻ്റെ അകത്തുള്ള നോക്കിക്കേ എന്തൊക്കെയുള്ള ഒരു CPU, then oscillator, then interrupt control, then on chip ROM for program code, ROM ഉണ്ട്, then ROM, RAM, then 4 IO ports 8 bits ആണ്, ബസ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, then കൗണ്ടർ അല്ലെങ്കിൽ ടൈമർ 0, ടൈമർ 1, 2 കൗണ്ടർ ടൈമർ രജിസ്റ്റേഴ്സ് ഉണ്ട്, then സീരിയൽ പോർട്ട് അല്ലേ ഫോർ ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ, then interrupt control, CPU, then the oscillator frequency. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സിമ്പിൾ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8051 വരുന്നത്. ഒരു ജസ്റ്റ് ഒരു ഐഡിയ, അതിനകത്ത് എല്ലാം ഉണ്ടെന്നുള്ളത്. സി പി യുവിൻ്റെ കൂടാതെ തന്നെ അതിനകത്ത് മെമ്മറി ഉണ്ട് അല്ലേ, മെമ്മറി ഉണ്ട്, ദെൻ പോർട്സ് ഉണ്ട്, ദെൻ അതിനകത്ത് തന്നെ ഇൻട്രപ്റ്റ് കൺട്രോൾസ് ഉണ്ട്, ദെൻ ടൈമേഴ്സും എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ഇൻബിൽറ്റ് ചെയ്ത് ഒറ്റ പ്രോസസ്സറിൽ വെക്കുന്നതാണ് എന്ത്, മൈക്രോ കൺട്രോളർ. ഓക്കെ, so the system bus connects all the support devices to the CPU. ഈ സിസ്റ്റം ബസ് ആണ് എല്ലാ സപ്പോർട്ട് ഡിവൈസിനെയും സി പി യിലേക്ക് കണക്ട് ചെയ്യുന്നത്. System bus consists of an 8-bit data bus, a 16-bit address bus and bus control signals. അപ്പോൾ ഇതിൻ്റെ ഡേറ്റാ ബസ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റും അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റും ആണ്. അപ്പോൾ ഇറ്റ് ക്യാൻ ഹാൻഡിൽ ഡേറ്റ അപ് ടു 8 ബിറ്റ്സ് ആണ്. പക്ഷേ ഇതിൻ്റെ അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് ആണ്. ദെൻ കൺട്രോൾ സിഗ്നൽസ് ഇതെല്ലാം എങ്ങോട്ടേക്ക് കണക്റ്റഡ് ആണ്, ഈ സിസ്റ്റം ബസ്സിലേക്ക് കണക്റ്റഡ് ആണ്. കൺട്രോൾ സിഗ്നൽസും ദെൻ അഡ്രസ്സും ഡേറ്റയും എല്ലാം എങ്ങോട്ടേക്ക് കണക്റ്റഡ് ആണ്, ഈ ബസ്സിലോട്ട്. ഇതാണ് നമ്മൾ സി പി യു ആയിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്നത്. So all other devices like program memory, ports, data memory, serial interface, interrupt control, timers and the CPU are all interfaced together through the system. അപ്പോൾ എല്ലാം നമ്മൾ ഈ സി പി യുയിലേക്ക് ഇൻ്റർഫേസ് ചെയ്യുന്നത് ത്രൂ ദി മെയിൻ സിസ്റ്റം ബസ്. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ ഓഫ് 8051 എന്താണ്, 8 ബിറ്റ് ആണ്, അതിൻ്റെ ഒരു മെമ്മറി സൈസ്, അതുപോലെ അതിൻ്റെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ നിന്ന് ഒന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതുപോലെ തന്നെ ഈ മൈക്രോ കൺട്രോളർ 8051 നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ്, ദെൻ രജിസ്റ്റേഴ്സ്, അതിൻ്റെ ആർക്കിടെക്ചർ, പിൻ ഡയഗ്രാം, അതിൻ്റെ പ്രോഗ്രാമിംഗ്, ഇൻട്രപ്റ്റ്സ് എല്ലാം നമുക്ക് മൈക്രോ പ്രോസസ്സർ എന്നുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ബാക്കിയായിട്ട് വരുന്ന പോർഷനകത്ത് ഫുൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് GSM അല്ലേ, GSM ആൻഡ് CDMA. ഇതാണ് നമ്മുടെ സിലബസിൽ പറയുന്ന മൊബൈൽ ടെക്നോളജിക്കകത്ത് വരുന്ന 2 ടോപ്പിക്ക്. ദെൻ 2G ആൻഡ് 3G കമ്പാരിസൺ. അപ്പം ജസ്റ്റ് GSM എന്താണ്, CDM എന്താണ്, 2G 3G തമ്മിലുള്ള കമ്പാരിസൺ, ഇത്രയും ആ മൊബൈൽ ടെക്നോളജി എന്നുള്ള പോർഷനിൽ നിന്ന് നോക്കാനുണ്ട്. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് GSM. GSMത്തിൻ്റെ ഫുൾ ഫോം പഠിക്കണം. ഇറ്റ് ഈസ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. സോ GSM ഈസ് ഗ്ലോബൽ സിസ്റ്റംസ് ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അത് അങ്ങനെ തന്നെ ചോദിക്കാം, അതുകൊണ്ട് അത് നന്നായിട്ട് ഓർക്കുക. GSM മീൻസ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ 2G സെല്ലുലാർ സ്റ്റാൻഡേർഡ് developed to cater voice services and data delivery using digital modulation. അപ്പോൾ അതെന്താണ്, ഒരു 2Gക്കകത്താണ് നമ്മൾ കൂടുതലായിട്ടും GSM ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴത്തേക്കും സെക്കൻഡ് ജനറേഷനിൽ മൊബൈൽ ടെക്നോളജിയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന വോയിസ് സർവീസും ഡേറ്റ ഡെലിവറിക്കും ഒക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റാൻഡേർഡാണ് എന്ത്, ഈ GSM. ഈ GSM പ്രൊവൈഡ് ചെയ്യുന്ന 3 സർവീസുകളാണ് ടെലി സർവീസസ്, ഡേറ്റ സർവീസസ് ആൻഡ് സപ്ലിമെൻ്ററി സർവീസസ്.
അപ്പം 3 സർവീസസ് ഏതൊക്കെയാണ്? ടെലി സർവീസസ്, ഡേറ്റ സർവീസസ് ആൻഡ് സപ്ലിമെൻ്ററി സർവീസസ്. ടെലി സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? നമ്മുടെ ടെലിഫോണി, നമ്മുടെ കോൾസ്, വോയിസ് കോൾസ് അല്ലെങ്കിൽ നോർമൽ സ്പീച്ച് കോൾസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സർവീസാണ് എന്ത്? ടെലി സർവീസസ് എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്കൊരു മൊബൈൽ എക്യുപ്മെൻറ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സിം കാർഡും ഒക്കെ ഉണ്ടല്ലേ. അത് വെച്ചിട്ട് നമുക്ക് വോയിസ് കോൾസ് ഹാൻഡിൽ ചെയ്യുന്ന സർവീസാണ് എന്ത്? ടെലി സർവീസസ്. ദെൻ ഡേറ്റ സർവീസസ്. ഡേറ്റ സർവീസസിനകത്ത് വരുന്നതാണ് പ്രധാനമായിട്ടും ഡേറ്റ സർവീസസ് ആണ് ഈ SMS. SMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് മെസ്സേജ് സർവീസ്. ദെൻ ഇലക്ട്രോണിക് മെയിൽ, ഗ്രൂപ്പ് 3 ഫാക്സ്, വോയിസ് മെയിൽ ബോക്സ്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഡേറ്റ സർവീസസ്. അപ്പോൾ ഡേറ്റ സർവീസസ് എന്ന് പറഞ്ഞാൽ SMS-ൻ്റെ ഫുൾ ഫോം എന്താണ്? ഷോർട്ട് മെസ്സേജ് സർവീസ്. ദെൻ ഇലക്ട്രോണിക് മെയിൽ, ഗ്രൂപ്പ് 3 ഫാക്സ്, വോയിസ് മെയിൽ ബോക്സ്, ഇതൊക്കെ എന്തിൽ വരുന്ന സർവീസസ് ആണ്? ഡേറ്റ സർവീസസ്. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് സപ്ലിമെൻ്ററി സർവീസസ്. സപ്ലിമെൻ്ററി സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കാൾ ഫോർവേഡിങ് ആൻഡ് കോൾ ബാറിങ്. അപ്പോൾ അതിനകത്ത് ഓർത്തിരിക്കേണ്ട 2 ടേമാണ് കോൾ ഫോർവേഡിങ്ങും കോൾ ബാറിങ്ങും. അപ്പോൾ കോൾ ഫോർവേഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡൈവേർട്ട് കോൾസ് ഫ്രം ദി ഒറിജിനൽ റെസിപ്പിയൻറ്റ് ടു അനദർ നമ്പർ. അപ്പോൾ ഒറിജിനൽ റെസിപ്പിയൻറ്റിൽ നിന്ന് വേറൊരു നമ്പറിലേക്ക് കോൾ ഡൈവേർട്ട് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? കോൾ ഫോർവേഡിങ് എന്ന് പറയുന്നത്. ദെൻ കോൾ ബാറിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റോമിംഗ് ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. അപ്പം നമുക്ക് ഒരു റീജിയന് പുറത്തുള്ള കോൾസ് വരുമ്പോഴത്തേക്കും നമുക്ക് റോമിംഗ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇൻഫർമേഷൻ തരുന്നു അല്ലേ. അതാണ് എന്ത്? ഈ കോൾ ബാറിങ്ങിനകത്ത് വരുന്നത്. അപ്പം എത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ടെലി സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോൺ കോൾസ്, ഡേറ്റ സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? SMS, മെയിൽ, ഇലക്ട്രോണിക് മെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ സപ്ലിമെൻ്ററി സർവീസസിൽ വരുന്നതാണ് കോൾ ഫോർവേഡിങ്ങും കോൾ ബാറിങ്ങും. ഓക്കെ ആണല്ലോ GSM പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് GSMത്തിൻ്റെ ആർക്കിടെക്ചറാണ്. സോ ദിസ് ഈസ് ദി GSM നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. അപ്പോൾ ഇതിനകത്തുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും 3 ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഈ GSM ആർക്കിടെക്ചർ ഈസ് മെയിൻലി ഡിവൈഡ് ഇൻറ്റു 3 സബ്സിസ്റ്റംസ്. ഫസ്റ്റ് വൺ ഈസ് മൊബൈൽ സ്റ്റേഷൻ അല്ലെങ്കിൽ MS. അപ്പോൾ MS എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മൊബൈൽ സ്റ്റേഷനാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം. ദെൻ തേർഡ് വൺ ഈസ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം. അപ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ മൊബൈൽ സ്റ്റേഷൻ, സെക്കൻഡ് വൺ ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം, തേർഡ് വൺ നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം. നോക്കി, ഇതാണ് നമ്മുടെ ഫിഗർ. ഫസ്റ്റ് ഒരു മൊബൈൽ സ്റ്റേഷൻ കണ്ടോ? മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന സംഭവം, അതായത് മൊബൈൽ ഫോണും സിമ്മും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ, അതായത് മൊബൈൽ എക്യുപ്മെൻറ്റ് പ്ലസ് സിം ഈസ് കോൾഡ് മൊബൈൽ സ്റ്റേഷൻ. ദെൻ ഒരു ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം ഉണ്ട്. ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ലൈന് ഈ ഭാഗം ഇത്ര എന്തിൽ വരുന്നതാണ്? ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം. ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് എന്ത്? BTSഉം BSCയും അല്ലേ. BTS എന്ന് പറഞ്ഞാൽ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ, ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ, ആൻഡ് BSC ഈസ് ബേസ് സ്റ്റേഷൻ കൺട്രോളർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ടാണ് എന്ത്? നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം അല്ലേ. നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം, അതിനകത്ത് വരുന്ന കുറേ മൊഡ്യൂൾസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് സെൻട്രിൽ ഇരിക്കുന്ന MSC എന്ന് പറഞ്ഞാൽ മൊബൈൽ സർവീസസ് സ്വിച്ചിങ്. സോ മൊബൈൽ സർവീസസ് സ്വിച്ചിങ്, അതുമായിട്ട് കണക്ട് ചെയ്ത് കുറേ മൊഡ്യൂൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് HLR എന്ന് പറഞ്ഞാൽ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. HLR ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. ദെൻ സെക്കൻഡ് വൺ VLR എന്ന് പറഞ്ഞാൽ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ. ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ. ദെൻ തേർഡ് വൺ ഈസ് ഓതൻറ്റിക്കേഷൻ സെൻറ്റർ, അതാണ് AUC, ഓതൻറ്റിക്കേഷൻ സെൻറ്റർ. ഓക്കെ ആണല്ലോ. ദെൻ ദാറ്റ് ഈസ് കണക്റ്റഡ് ടു, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു
നെറ്റ്വർക്കിലേക്കാണ്. പബ്ലിക് നെറ്റ്വർക്ക്, അതായത് PSTN അല്ലെങ്കിൽ ISDN എന്നുള്ള സ്വിച്ചിങ് നെറ്റ്വർക്കിലേക്ക് ഇത് കണക്റ്റഡ് ആണ് അല്ലേ. പിന്നെ ഓപ്പറേറ്റിംഗ് സബ്സിസ്റ്റത്തിൻ്റെ ഒരു മൊഡ്യൂളാണ് ഈ OMC. പിന്നെ ഇതിനകത്ത് ഈ നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റത്തിൽ വരുന്ന ഒരു മൊഡ്യൂളും കൂടാണ് EIR, എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട് EIR, ദാറ്റ് ഈസ് എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ. സോ ദിസ് ഈസ് ദി ബേസിക് ആർക്കിടെക്ചർ ഓഫ് GSM. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. GSM ആർക്കിടെക്ചറിനകത്ത് 3 കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ മൊബൈൽ സ്റ്റേഷൻ, സെക്കൻഡ് വൺ ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം, തേർഡ് വൺ നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിൻ്റെയും ഫുൾ ഫോം നന്നായിട്ട് അറിഞ്ഞിരിക്കുക. സോ മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഫിസിക്കൽ എക്യുപ്മെൻറ്റ്. ഫിസിക്കൽ എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിരിക്കുന്ന മൊബൈൽ എക്യുപ്മെൻറ്റ്. അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? ഒരു റേഡിയോ ട്രാൻസീവർ, ഡിസ്പ്ലേയും സിഗ്നൽ പ്രോസസ്സേഴ്സും ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സേഴ്സും എല്ലാം കൂടെ ഇരിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്? ഈ മൊബൈൽ എക്യുപ്മെൻറ്റ്. അത് റേഡിയോ ട്രാൻസ്മിറ്റർ കാണും, റിസീവർ ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, ദെൻ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ ഉണ്ട്. പിന്നെ അതിനകത്ത് എന്താ ഉള്ളത്? ഒരു സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ അഥവാ സിം ഉണ്ട് അല്ലേ. അപ്പം മൊബൈൽ എക്യുപ്മെൻറ്റും സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ അഥവാ സിമ്മും കൂടെ ചേരുന്നതാണ് എന്ത്? ഈ മൊബൈൽ സ്റ്റേഷൻ എന്നുള്ള ഭാഗം. ഓക്കെ ആണല്ലോ. അപ്പോൾ മൊബൈൽ സ്റ്റേഷനകത്ത് എന്തൊക്കെയുള്ളത്? മൊബൈൽ എക്യുപ്മെൻറ്റ് പ്ലസ് സിം. ദെൻ ഈ മൊബൈൽ എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഓരോ മൊബൈൽ എക്യുപ്മെൻറ്റും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു നമ്പറുണ്ട്. ആ ഒരു നമ്പർ, ആ ഒരു ഐഡൻറ്റിഫൈഡ് യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു നമ്പറാണ് എന്തെന്ന് പറയുന്നത്? IMEI, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി. സോ എല്ലാ മൊബൈൽ എക്യുപ്മെൻറ്റും ഇത് കാണും, IMEI, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി. അതുപോലെ എല്ലാ സിമ്മിനും ഒരു ഐഡൻറ്റിറ്റി നമ്പർ കാണും. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി. അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.